الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ ഹബീബ് ഇബ്നു അബി സാബിത്ത് റഹിമഹുല്ലാ ഹിജ്റ 119 അദ്ദേഹം വഫാത്താകുന്നത്. അബൂ യഹ്യ ഹബീബ് ഇബ്നു അബി സാബിത്ത് റഹിമഹുല്ലാ മഹാനായ താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, മിൻ ഹുസ്നി ഖുലുഖി റജുലി അൻ യുഹദ്ദിസ സാഹിബഹു വഹുവ യബ്തസിം. മിൻ ഹുസ്നി ഖുലുഖി റജുൽ, ഒരാളുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്, സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്, അൻ യുഹദ്ദിസ സാഹിബഹു, അവൻ തൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുക എന്നുള്ളത്. വഹുവ യബ്തസിമു, അവൻ പുഞ്ചിരിക്കുന്നവനായ അവസ്ഥയിൽ അഥവാ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് തൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുക എന്നുള്ളത് ഒരാളുടെ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നാണ് ഹബീബ് ഇബ്നു അബി സാബിത്ത് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പുണ്യകർമ്മമാണ് തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ്. തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ്. ഇവിടെ ഹബീബ് ഇബ്നു അബി സാബിത്ത് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അത് ഒരാളുടെ സൽസ്വഭാവത്തെ അറിയിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് അയാൾക്ക് നമ്മുടെ സംസാരം കേൾക്കാനും അതുപോലെ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ സന്തോഷമുണ്ടാക്കാനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു മര്യാദ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം, ജീവിതത്തിൽ പുലർത്തണം. സ്വഭാവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വലിയ ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, നാളെ പരലോകത്ത് വമ്പിച്ച നേട്ടം ലഭിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് തൻ്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. പുഞ്ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടി തൻ്റെ സഹോദരന്മാരോട് സംസാരിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.